ഹായ് ഗൈസ്, ഈ ഒരു വീഡിയോയിലോട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് ഫോറക്സിൽ ലോഡ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിപ്പിൻ്റെയും ലോഡ് സൈസിൻ്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ വീഡിയോ ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കാം. അവിടെ പോയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എങ്ങനെയാണ് പെട്ടെന്ന് ലോഡ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ, നമുക്ക് സഡൻ ആയിട്ട് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ലോഡ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിപ്പാണ്. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം എന്താണ് ഒരു പിപ്പ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടതെന്ന്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഇവിടെ ഉള്ള ഒരു കറൻസി പേരാണ് യൂറോ USD. ഇതിൻ്റെ പ്രൈസ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇങ്ങോട്ടേക്ക് ടൈപ്പ് ചെയ്ത് മാറ്റി എഴുതാം. 0.300. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു 1 അതേപോലെ ഡോട്ടിന് ശേഷം 5 അക്കങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. 1, 2, 3, 4, 5. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 അക്കത്തിൽ നമുക്ക് ഏതാണ് പിപ്പ് എന്ന് മനസ്സിലാക്കണം. എന്താണ് പിപ്പ് എന്ന് നിങ്ങൾക്ക് മുകളിലത്തെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് മൂവ്മെന്റിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ഒരു സംഖ്യയാണ് നമ്മൾ പിപ്പ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് ഒരു ഷെയർ പ്രൈസ് എടുക്കാം. 100 എന്നുള്ളൊരു ഷെയർ പ്രൈസ് 101 പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഒരു പോയിന്റാണ് മൂവ്മെന്റ് വന്നിട്ടുള്ളതെന്ന്, അല്ലേ? അപ്പോൾ ഈ ഒരു ഇത്രയും വലിയൊരു സംഖ്യയിൽ നമുക്ക് ഈ ഒരു കറൻസി പേരിൽ ഏതൊരു സംഖ്യ മൂവ്മെന്റ് വരുമ്പോഴാണ് നമുക്ക് ഒരു പോയിന്റ് മൂവ്മെന്റ് വരാമെന്ന് അറിയണ്ടേ. അപ്പം അങ്ങനെ ഒരു പോയിന്റ് മൂവ്മെന്റ് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് പിപ്പ്. ഓക്കെ, ഈ ഒരു കറൻസിയിൽ ഇപ്പോൾ യൂറോ USD കറൻസി പേർ എടുക്കലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിന് ശേഷം 4ാമതായിട്ട് വരുന്ന സംഖ്യ ആയിരിക്കും, അതായത് ഈ ഒരു സംഖ്യ ആയിരിക്കും നമ്മൾ പിപ്പായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ ഇവിടെ കാണുന്നത് 0 എന്നുള്ളൊരു സംഖ്യയാണ്. 0 1 ആവും. 1 ആകുമ്പോൾ ഒരു പോയിന്റ് മൂവ്മെന്റ് വന്നതാണ്. 2 ആകുമ്പോൾ എന്താ സംഭവിക്കുക? 2 പോയിന്റ് മൂവ്മെന്റ് വന്നു. 5 ആകുമ്പോൾ 5 പോയിന്റ് മൂവ്മെന്റ് വന്നു. അങ്ങനെ 10 എന്നുള്ളൊരു സംഖ്യയിലേക്ക് മാറുന്ന സമയത്ത് ഇവിടെ എന്താ സംഭവിക്കും? ഇവിടെ 0 ആവും, ഇവിടെ 1 ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മൾ പിപ്പ് കാൽക്കുലേറ്റ് ചെയ്യുക. ലോഡ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യമാണ് പിപ്പ്. ഓക്കെ, അപ്പോൾ യൂറോ USDയിൽ നമുക്ക് എങ്ങനെയാണ് പിപ്പ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. പക്ഷേ നമ്മൾ XAUUSD ഗോൾഡിലേക്ക് പോയി കഴിഞ്ഞാലോ, ഞാനിവിടെ XAUUSDയുടെ ഒരു ഉദാഹരണം കാണിച്ചു തരാം. XAUUSD ഓക്കെ, forex.com. ഓക്കെ, ഇപ്പോൾ XAUUSD എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന സംഖ്യ നേരത്തെ 1 പോയിന്റ് ഒരു സംഖ്യ ആയിരുന്നു കാണാൻ പറ്റുള്ളത്. പക്ഷേ ഇവിടെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടാണ് ഉള്ളത്. ഞാൻ ഇവിടെ മാറ്റി ചെയ്താം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ 2700 എടുക്കാം, ഒരു റൗണ്ട് ലെവൽ എടുക്കാം. ഓക്കെ, എക്സാമ്പിളായിട്ട് ഈ ഒരു ലെവൽ 2700 എന്നുള്ളൊരു ലെവൽ എടുക്കാം, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ 2700.00 എന്നാണ് ഉള്ളത്. ഓക്കെ, സോറി, ഇവിടെ ഒരു 0 അധികമാണ്. അപ്പോൾ ഈ ഒരു സംഖ്യയിൽ നമുക്ക് ഒരു പിപ്പ്, ഒരു പോയിന്റ് മൂവ്മെന്റ് വന്നത് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു പോയിന്റ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പോയിന്റ് മൂവ് ആയി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അതെ, ഒരു പോയിന്റ് മൂവ്മെന്റ് ആയി. പക്ഷേ നമ്മുടെ ലോഡ് സൈസ് എടുക്കുന്ന സമയത്ത് എത്ര വ്യത്യാസം വരും നമുക്ക് മനസ്സിലാക്കണ്ടേ? അപ്പോൾ ഇവിടെ വളരെ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു 0 1 മാറിക്കഴിഞ്ഞാൽ 10 പിപ്പിന്റെ മൂവ്മെന്റ് വന്നു എന്നാണ്. അതായത് 10 പോയിന്റ് മൂവ്മെന്റ് വരുമ്പോഴാണ് ഇവിടെ ഒരക്കം മാറുന്നത്. ക്ലിയർ? ആ ഒരക്കം കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇപ്പുറത്തുള്ള, അതായത് പോയിന്റിന് ശേഷമുള്ള ഈ ഒരു 1 അതേപോലെ തന്നെ 2 ഇതാണ് നമുക്കൊരു പിപ്പായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കാൻ പറ്റുക. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു 1 പോയിന്റ്, ഇപ്പോൾ യൂറോ USD എടുക്കലാണെന്നുണ്ടെങ്കിൽ 1.0000 5 സംഖ്യകൾ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1, 2, 3, 4, 5. നമ്മളിവിടെ പറഞ്ഞു പോയിന്റിന് ശേഷമുള്ള 4ാമത്തെ അക്കാണെന്ന് പറഞ്ഞു, അല്ലേ? അതേപോലെ തന്നെ ഇവിടെ ഫസ്റ്റ് ഉള്ള സംഖ്യന് ശേഷം ഒരു പോയിന്റ് ഇടുക. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞായിരിക്കാം ഈ ഒരു 2ന് ശേഷം. അതിനുശേഷം ഈ ഒരു 4ാമതായിട്ട് വരുന്ന സംഖ്യ ആയിരിക്കും നമുക്ക് പിപ്പായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2699.0 എന്നാണ് കാണിക്കണേ. ഈ 01 ആയി കഴിഞ്ഞാൽ ഒരു പിപ്പ് മൂവ്മെന്റ് വന്ന് നമുക്ക് പറയാൻ പറ്റും. കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ 2700 ഉള്ളത് 701 വന്നു കഴിഞ്ഞാൽ 10 പിപ്പ് മൂവ്മെന്റ് ആണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഓരോത്തിലും വരുന്നത്, ഓരോ കറൻസി പെയറിലും ഓരോ കമോഡിറ്റീസിലും വരുന്നത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാകുക. അപ്പോൾ ഈ ഒരു രീതിയിൽ, ഈ ഒരു പോയിന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എടുത്തിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് അക്കത്തിന് ശേഷം ഒരു പോയിന്റ് ഇടുക, ബാക്കി വരുന്ന 4ാമത് വരുന്ന സംഖ്യ ഒരു പിപ്പ് മൂവ്മെന്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക് ലോഡ് സൈസ്
മനസ്സിലാക്കാൻ നമുക്ക് നോക്കാം. എക്സാമ്പിളായിട്ട് ഞാനിവിടെ യൂറോ USDയുടെ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമുക്ക് പിപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ട്രേഡിൻ്റെ ചെറിയൊരു ബ്രീഫ് തരാം. ഒരു ബൈ സൈഡിൽ കൂടി ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ഞാൻ ഒന്ന് സൂം ചെയ്യാം. ഈ ഒരു ഏരിയ ആണ് ബൈ സൈഡ് ടേക്കൻ ഔട്ട് ചെയ്തിട്ടുണ്ട്. ലോവർ ടൈം ഫ്രെയിം ആണ്, 1 മിനിറ്റ് ആണ്. അതിനുശേഷം നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം വീണ്ടും പ്രൈസ് വന്ന് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ടാപ്പ് ചെയ്തു. ഓക്കെ, നമുക്ക് അറിയാം ഈ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ഏരിയ നമുക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പിപ്പ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പിപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും ട്രേഡിംഗ് വ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മെഷറിംഗ് ടൂൾ അവൈലബിൾ ആണ്. ഈ ഒരു മെഷറിംഗ് ടൂൾ എടുക്കുക. അതിനുശേഷം എൻ്റർ ചെയ്യാൻ പോകുന്ന ഏരിയ നിങ്ങൾ നോക്കുക. ഓക്കെ, ഇവിടെയാണ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. അവിടെ ടാപ്പ് ചെയ്യാം. എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പോണേ? സ്റ്റോപ്പ് ലോസ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഹൈയിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പിപ്പ് മനസ്സിലാക്കാം? ഇവിടെ കണ്ടോ 4.7 എന്നാണ് ഇവിടെ പിപ്പായിട്ട് കാണാൻ പറ്റുന്നത്. കണ്ടോ, ഈ ഒരു 4.7 ഉള്ളതാണ് നമുക്ക് പിപ്പായിട്ട് വരുന്നത്. ഓക്കെ, 4.7 ആണ് നമുക്ക് പിപ്പായിട്ട് വരുന്നുണ്ടാവുക. നമുക്ക് അങ്ങനെ പിപ്പ് മനസ്സിലാക്കിയാൽ നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളൊരു ട്രേഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്ത് വെക്കുക. ഓക്കെ, ഒരു ചാർട്ട് നോക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്ത് വെക്കുക. പെട്ടെന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാനിവിടെ ഒരു സൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈറ്റിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾക്ക് ബേബി പിപ്പ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് ആരും വരുന്നുണ്ടാകുക. അതിനുശേഷം ഇവിടെ പൊസിഷൻ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈറ്റ് കാണും. അതിലേക്ക് കയറുക, ഡൗൺ സൈഡിലേക്ക് വരിക. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഏത് കറൻസി പെയറാണ് നോക്കാം. ഇവിടെ ഞാൻ യൂറോ USD ആണ് ട്രേഡ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ആ ഒരു യൂറോ USD ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ XI ആണെന്നുണ്ടെങ്കിൽ XI ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ യൂറോ USD ആണ് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന കറൻസി. എൻ്റെ അക്കൗണ്ട് ബാലൻസ് എത്രയാണ്? ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു ഫണ്ടർ അക്കൗണ്ടാണെന്ന് വിചാരിക്കാം. 10,000 1 2 3 4. ഓക്കെ, 10,000 എൻ്റെ 10,000 USD ആണ് എൻ്റെ ബാലൻസ് ആയിട്ട് വരുന്നത്. ഒരു ഫണ്ടഡ് അക്കൗണ്ട് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എത്രയാണ്? ഞാൻ 1% ആണ് റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എത്ര % ആണ് ക്യാപിറ്റലിനെ റിസ്ക് ചെയ്യാൻ പോകുന്നതെന്നാണ് അവർ നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ 1% ആണ് എൻ്റെ ക്യാപിറ്റലിനെ റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എത്ര ഡോളർ ആയിരിക്കും? 10,000 1% വെച്ച് കഴിഞ്ഞാൽ $100 ആണ്. ഓക്കെ, ഇത് നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് പിപ്സ് എന്ന് മറ്റും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ള ഒരു പിപ്പില്ലേ 4.7, അതാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. 4.7. അതിനുശേഷം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ലോട്ട് സൈസ് ഇവിടെ ടൈപ്പ് ചെയ്യണമെന്ന് കാണിച്ചു തരും. ഈ ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് എന്നുള്ള ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ 2.12 എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനുശേഷം നമ്മുടെ മെറ്റാ ട്രേഡറിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സി ട്രേഡിലോ ഏതാണോ പ്ലാറ്റ്ഫോം വരുന്ന മാച്ച് ട്രേഡറാണ് മാച്ച് ട്രേഡറിലേക്ക് പോയിട്ട് ആ ഒരു ലോട്ട് സൈസ് എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ട്രേഡിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലോട്ട് സൈസ് എത്രയാണ് എടുക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ലിസ്റ്റും കാര്യങ്ങളെല്ലാം നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതേപോലെ വേറെ എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ ഇതേപോലുള്ള റിലേറ്റഡ് ആയിട്ട് ഫോറക്സ് റിലേറ്റഡ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.